പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മെയ് 19 തിങ്കളാഴ്ചയാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ, എല്ലാ യാത്രകള് എല്ലാം മനുഷ്യൻ ആരംഭിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ ജീവിതത്തിന് വല്ലാത്ത തിരക്ക് കയറിയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് തിരക്ക്. അതുപോലെ തന്നെ മഴയ്ക്ക് മുമ്പ് ചെയ്തു തീർക്കേണ്ട എമർജൻസി കാര്യങ്ങളുണ്ട്. വീട് പണിയുന്നവരുണ്ട്, പെയിൻ്റ് അടിക്കുന്നവരുണ്ട്, അതുപോലെ ഓരോ സാധനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരുടെയും വർക്കുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലവിളംബം വരുത്തുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ലെന്ന് പറഞ്ഞല്ലേ, ആ വചനം അനുസ്മരിച്ചുകൊണ്ട് അടിയും പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, എത്രയും വേഗം ഒരു വിഷയം നടക്കേണ്ട വിഷയങ്ങൾക്ക് ആവശ്യമായ അനുധാരികളെ നീ ഇപ്പോൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങൾ, അവരെ തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന പണം, തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ,
തരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സ് മടുപ്പിച്ചുകൊണ്ട് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ ഈശോനാമത്തെ ആശീർവദിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. നിൻ്റെ യാത്രയിൽ, ഇന്നത്തെ യാത്രയിൽ നിൻ്റെ വലത്തും ഇടത്തും, വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥകൾ പ്രതികൂലമായി വരുന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലമായ കാലാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതാവസ്ഥകൾ അങ്ങനെയെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ തൊഴിലിനെ ഈശോ ആസ്വദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ കർത്താവ് ആസ്വദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്രകളെ കർത്താവ് ആസ്വദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ലക്ഷ്യങ്ങൾ കർത്താവ് ആസ്വദിക്കട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ മക്കളെക്കുറിച്ചുള്ള ആവലാതികൾ, മക്കൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ഒരുമ്പിട്ടിറങ്ങുന്ന അവസ്ഥകൾ, അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറുകയും നിൻ്റെ എല്ലാ ഉദ്യമങ്ങളും കർത്താവ് ശുഭമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനേക്കും ആമേൻ. രോഗപീഠകൾ മനസ്സ് പതറിപ്പോകാതെ രോഗപീഠകൾ അതിജീവിച്ചുകൊണ്ട് നീ അതിനെല്ലാം മഹത്വത്തിന് വേണ്ടി കരയേറ്റാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ എന്തെങ്കിലും ഒന്ന് നെഗറ്റീവ് സംഭവിച്ചാൽ ഉടനെ എന്ത് പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത്. യോഹന്നാൻ 12:28 എന്താണ് ഈശോ എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം പെട്ടെന്ന് റെസ്പോണ്ടിങ് ആയി. എന്താണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? മഹത്വമാണ് ദൈവപൈതലിനെ. അതുകൊണ്ടാണ് ഈ മഹത്വം കിട്ടിയ ഒരു കാലത്ത് അതിനെക്കുറിച്ചൊരു ഓർമ്മ 10 വർഷം എപ്പോഴും സൂക്ഷിച്ചു വെക്കും. അത് ഞങ്ങൾ എല്ലാം മറന്നാലും 10 വർഷം ഒരു കാര്യം മറന്നില്ല. എന്താണ്? ഞങ്ങളും അവൻ്റെ കൂടെ മഹത്വത്തിൻ്റെ മറുരൂപം വരയിലുണ്ടായിരുന്നു. 2 പത്രോസിൻ്റെ 1:17 പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. അപ്പം ദൈവത്തിൽ നമ്മൾ സ്വീകരിക്കണ ബേസിക്കായിട്ട് എന്താണ്? ബഹുമാനവും മഹത്വമാണ്. അത് മറന്നു പോരുത്. ദൈവം നമ്മൾ ബഹുമാനിതനായിട്ടും മഹത്വമുള്ളവനായിട്ടും കാണാൻ വേണ്ടിയാണ് പലപ്പോഴും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ ദൈവം കൊണ്ടുപോകണത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് പിതാവിന്റെ മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവന്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു വല്ലാത്ത മലയാണിത്. ആകാശം ഇങ്ങനെ സ്വർഗം ഇങ്ങനെ തൊട്ട് നിൽക്കണം, ഒരുമി നിൽക്കുന്ന ഒരു മലയാണ്. ഞാൻ ആ മലയിൽ പോയതാണ്. എനിക്ക് ജീവിതത്തിൽ മറക്കാത്ത ഒരു അനുഭവമാണിത്. കർത്താവിൻ്റെ മലയിൽ ഉച്ചിയിലൊരു പള്ളിയുണ്ട്, കർത്താവ് മഹത്വപ്പെട്ട സ്ഥലത്ത്. ഞാൻ അന്ന് മുതലൊക്കെ എപ്പോഴും ഈ മഹത്വത്തെക്കുറിച്ച് ഒത്തിരി ഞാൻ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ഇക്കാലത്തും വരാൻ പോകുന്ന കാലത്തും ആവശ്യമായത് എന്താണ്? അത് മഹത്വമാണ്. ഈശോയ്ക്ക് ലഭിച്ചിരുന്ന മഹത്വമാണ്. നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ട് മഹത്വത്തെ നമ്മൾ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ദൈവം നമ്മുടെ അറിവില്ലായ്മ കാരണം ദൈവം എപ്പോഴും അങ്ങനെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമ്മൾ ഇടപെട്ടിട്ട് ചെറിയ കാര്യങ്ങൾ തമ്പുരാനായിട്ട് അങ്ങനെ ജീവിക്കും. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഈ സാധാരണ മനുഷ്യന്മാരെന്ന് പറയണത് ഇപ്പം എന്തിനാണ് പ്രാർത്ഥിക്കണത്? എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നല്ലേ പറയണത്. ചിലർ പ്രാർത്ഥിക്കാത്ത പറയണത് നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക, എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയാം.
എന്നുവെച്ചാൽ ഇവരെന്തോ കാര്യത്തിന് വേണ്ടിയാണ് ദൈവദൃശ്യനെ പ്രാർത്ഥിക്കണമെന്നാണ്. അതല്ല, ദൈവമായിട്ടുള്ള ബന്ധം നിത്യമായൊരു ബന്ധമായത് കൊണ്ട് തന്നെ മഹത്വം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ദൈവം തന്നെ ബുദ്ധി കൊണ്ട് ആലോചിക്കുകയോ പഠിക്കുകയോ നല്ല റാങ്ക് വാങ്ങിക്കുകയോ നമുക്ക് എന്ത് വേണമെങ്കിലും വലിയ വീട് വെക്കുകയോ വാഹനം മേടിക്കുകയൊക്കെ ചെയ്യാം. ഇത് വലിയ ആനക്കാര്യമല്ല. പക്ഷേ നമ്മുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുകയും മഹത്വപ്പെടുത്തുകയും നിത്യതയോടും കർത്താവിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നീ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലായിരിക്കണം. എന്താണ്? ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടാവുന്ന കാര്യം എന്താണ്? മഹത്വമാണ്. അപ്പോൾ അത് എപ്പോഴും നീ മഹത്വം അന്വേഷിക്കണം. കാര്യം 6 ദിവസമല്ലേ ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പം നമ്മളെന്തുകൊണ്ടാണ് ഈ കാനായിലെ കല്യാണത്തിൽ നമ്മൾ 6 കൽപ്പനയൊക്കെ വെച്ചിരിക്കുന്നത്? എന്താണ്? അപ്പോൾ ദൈവം മഹത്വപ്പെടാൻ പോകുന്ന ആ മേഘത്തിൻ്റെ തന്നെ മഹത്വത്തിൻ്റെ തന്നെ വേറെ രൂപമാണ് വെള്ളം. മേഘത്തിൻ്റെ വേറെ രൂപമല്ലേ വെള്ളം. മേഘത്തിൻ്റെ തന്നെ ദ്രാവക രൂപമാണ് വെള്ളം. അതാണ് കാനായിലെ കല്യാണത്തിലെ 6 കൽപ്പരണികളെ. ഇത് ഏതാണ്? 6 ദിവസം ദൈവം വെള്ളമായിട്ട് മേഘമായിട്ട് മഹത്വത്തിൻ്റെ മലയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഏകജാതം സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയത്. എന്താണ്? മറിയമാണ് ശരിക്കും. അതാണ് മറിയത്തെ നമ്മൾ മഹത്വത്തിൻ്റെ മാധ്യസ്ഥ എന്ന് വിളിക്കുന്നത്. മറിയം ചില്ലറ പുള്ളിയല്ല, നമ്മൾ പറയുന്ന ആളൊന്നുമില്ല. പക്ഷേ മഹത്വത്തിൻ്റെ മാധ്യസ്ഥം. അന്ന് വരെ മോശത്തിൻ്റെ കാലത്ത് ഒരു മഹത്വത്തിന് മാധ്യസ്ഥമില്ലായിരുന്നു. മറിയത്തിൻ്റെ കാലം വന്നപ്പോഴാണ് മഹത്വത്തിന് മാധ്യസ്ഥം വന്നത്. യോഹന്നാൻ 2:11. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അപ്പം ഇത് ഈ അത്ഭുതം ഈ മഹത്വം വെളിപ്പെടുത്തി. ഏത് മഹത്വമാണ് വെളിപ്പെട്ടിരിക്കണമെന്ന് അറിയാമോ? അത് പുറപ്പാട് 24:16 മഹത്വമാണ്. കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മഹത്വത്തിൻ്റെ 6 ദിവസങ്ങൾ ഒടുവിലാണ് ദൈവം മഹത്വം വെളിപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ദൈവത്തോട്, കർത്താവെ എന്നെ മഹത്വപ്പെടുത്താമെന്നല്ല, കർത്താവെ ഈശോ പ്രാർത്ഥിച്ചത് നിൻ്റെ നാമത്തെ, ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്ത് സംഭവിച്ചാലും അങ്ങനെ പ്രാർത്ഥിക്കാവും. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. സ്വർഗസ്ഥനായ പിതാവിനേക്കാൾ പവർഫുള്ളാണത്. എന്താണ്? പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് അതാത് ദിവസത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസ്പോണ്ടിങ് ആണ്. എന്താണ് വായിച്ചത്? യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഇത് തന്നെയാണ് നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മത്തായി 6:9. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് തന്നെ സംഭവം. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് തന്നെയാണ്. അഥവാ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്തുതിപ്പൊക്കെ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്, യാചനാ പ്രാർത്ഥന എന്നൊക്കെ. അതൊന്നും അല്ല സംഭവം. ദൈവഹിതത്തിന് നമ്മളെ തന്നെ അങ്ങ് സബ്മിസീവ് ആക്കണതാണ്. അതുവഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. അപ്പോൾ ദൈവത്തെ നാമം മഹത്വപ്പെടുത്താൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് നമ്മൾ സബ്മിസീവായിട്ട് ഉപയോഗിക്കണം. അതതിൻ്റെ അർത്ഥം. താങ്ക് യു.